ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂനിയർ സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലേ? ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. MSc മൈക്രോബയോളജി, അതുപോലെ MSc ബയോകെമിസ്ട്രി, MSc MLT, ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എന്താണ് ഒരു പ്രോപ്പർ പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡൻസോടുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമുക്ക് ജോലിയൊക്കെ നേടാൻ സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്കറിയാം ഇതിന്റെ എക്സാം വരുന്നത്, എക്സാം സ്ലോട്ട് 2025 എക്സാം സ്ലോട്ട് അല്ലെങ്കിൽ എക്സാം കലണ്ടർ പുറത്തു വന്നിരുന്നു. അപ്പം 2025 എക്സാം കലണ്ടർ പുറത്തു വന്നപ്പോൾ നമുക്കറിയാം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ എക്സാം വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ എങ്ങനെയായാലും നിങ്ങളുടെ മുമ്പിൽ ഒരു 10 മാസം നിങ്ങളുടെ മുമ്പിൽ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഈ 10 മാസവും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് വേണ്ടി ഏറ്റവും നല്ലപോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ജൂനിയർ സയന്റിഫിക് ഓഫീസറിന് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഫീച്ചേഴ്സും നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കോഴ്സ് സ്ട്രക്ചർ ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം നമ്മളൊരു സിലബസിനെ ബേസ് ചെയ്താണ് ക്ലാസ് പോകുന്നത് അല്ലേ? നിലവിൽ നമുക്ക് പഴയ സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പം PG ലെവലിലാണ് ഈ ഒരു എക്സാം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ സിലബസിന് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. സ്റ്റിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ചില സബ്ജക്റ്റുകൾ കാണും, ഒഴിവാക്കാൻ പറ്റാത്ത സബ്ജക്റ്റുകൾ കാണും. ആ ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിലവിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മളൊരു സബ്ജക്ട് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ സിലബസ് എങ്ങനെ കവർ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനൊന്ന് പറയാം, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറയാം. ഇപ്പം നമ്മൾ സിലബസിൽ ജനറൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിന് നിങ്ങൾക്ക്, അല്ലെ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക്, ആ ഒരു ക്ലാസിന്റെ സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ലെക്ചർ ടെസ്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ ക്ലാസിനെ ബേസ് ചെയ്തുള്ള ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ലെക്ചർ ടെസ്റ്റ് കിട്ടുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ലെക്ചറിലെ ബേസ് ചെയ്ത് മാത്രമായിട്ടുള്ള ടെസ്റ്റുകളാണ് അവിടെ വരുന്നത്. അപ്പം ഇതാണ് ഒരു ക്ലാസിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വീഡിയോ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയലും പിന്നെ ആ ലെക്ചറിനെ ബേസ് ചെയ്തുള്ള ഒരു ലെക്ചർ ടെസ്റ്റും ആയിരിക്കും. പിന്നീട് എന്തുണ്ട്, ഒരു ലെക്ചർ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച്, ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് ടോപ്പിക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും കാണും. ഓക്കെ. പിന്നീട് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ സ്റ്റുഡൻസിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളൊരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്യും. ആ മെന്ററിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകളും മന്ത്ലി ടെസ്റ്റുകളും സർപ്രൈസ് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കുറെ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു പാക്കേജാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഒരു ക്ലാസിന്റെ കാര്യം പറഞ്ഞു, ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞത്. പിന്നീട് നമ്മളെപ്പോഴും ഒരു സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഇത്ര ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുള്ള പഠനമായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഒരു മെന്ററിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ലൈവായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാൻ തക്കവണ്ണമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മെന്ററിനോട് പേഴ്സണലി ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ റിവ്യൂ മീറ്റിംഗ്സ്, നമ്മൾ മന്ത്ലി ഒരു റിവ്യൂ മീറ്റിംഗ് വെക്കും. ആ ഒരു ലാസ്റ്റ് മന്ത്ലി ക്ലാസ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് ഫാക്കൽറ്റി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ കൺസേൺസോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളോ എല്ലാം സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ആയിരിക്കും നമ്മൾ വെക്കുന്നത്. മെന്റർമാർ, ഫാക്കൽറ്റീസ് ഉൾപ്പെടുന്ന ഒരു റിവ്യൂ മീറ്റിംഗ് ആയിരിക്കും അവിടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, വൺസ് ഒരു ടോപ്പിക്ക് തീരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വെക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻസ്
അവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ആൻസറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിന്റെ കൂടെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും കാണും. അതുപോലെ എക്സാം ഗൈഡൻസ്, നിങ്ങൾക്ക് എക്സാം അടുപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഒരു 1 മന്തിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സാം ഗൈഡൻസ് തരും. കാര്യം ഒരു എക്സാമിന് നമ്മളത് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങനെ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, ആ എക്സാമിന് നമ്മൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാം ഗൈഡൻസ് സെഷൻ നമ്മുടെ എല്ലാ ഈ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് സ്റ്റുഡൻസിന് മനസ്സിൽ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളത് ആപ്പിന്റെ ഫീച്ചേഴ്സ്. നമ്മുടെ ആപ്പിൽ ത്രൂ ആണ് ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആപ്പിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ ടെസ്റ്റ് കഴിയുന്തോറും നിങ്ങളുടെ നിലവാരം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഫീച്ചർ ഉണ്ട്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇപ്പം നമ്മുടെ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള റാങ്ക് ലിസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഓഫ്ലൈൻ വീഡിയോ ഡൗൺലോഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. അതുപോലെ നോട്ട്സ് എല്ലാം PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുന്ന ഫോർമാറ്റിലോട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. അതുപോലെ നമ്മളുടെ ഫാക്കൽറ്റി ടീം നിങ്ങൾക്കായിട്ട് തയ്യാറാണ്. നമ്മളുടെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ നമ്മൾ തരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഓരോ സബ്ജക്റ്റിനും ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വൈശാഖ് സാറ് ഏറ്റവും ഇന്ററാക്റ്റീവായിട്ട് നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സാറാണ് വൈശാഖ് സാറ്, സയ്യിദ് സാറ്, മീതു മിസ്, ശ്രുതി മിസ്, അഫ്ര മിസ്, ഷെഹ്ന മിസ്. അപ്പൊ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അത് ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ കോഴ്സുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴ്സ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സുകളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റാങ്കുകൾ, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്കുകൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്കുകളാണ് നമ്മൾ, 4th റാങ്കുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലെല്ലാം നമുക്ക് ടോപ്പ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പം നിങ്ങൾക്കും നമ്മുടെ കൂടെ ചേർന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 10 മാസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ, 10 മാസം വേണ്ട, നിങ്ങൾക്ക് അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പുതിയ സിലബസ് വരുന്നതനുസരിച്ച് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പം പ്രോപ്പറായിട്ടൊരു ഒരു സ്റ്റഡി പ്ലാനും സ്റ്റഡി സ്ട്രാറ്റജിയും ഒരു ഗൈഡൻസും നിങ്ങളുടെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്തി ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.